നമ്മുടെ പൊക്കമുണ്ടാടേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എലിമാമിയുടെ മോനാ. എന്നായിരുന്നു പ്രസവമൊക്കെ? എന്നായിരുന്നു തോന്നില്ല, കാരണം നിന്റെ അതേ ചായ ഉണ്ട്. എന്നോട് ഒരാഴ്ച മുന്നേ പറയണേ ഞാൻ അമ്മയെന്ന്. ഈ ശശിക്കൊക്കെ നിന്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതെ വാസന, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ശശികൊക്കിനെ എന്തിനാ ദത്തെടുത്തേന്ന് അറിയാവോ? എലിയക്കും പരുന്തിനും ഉണ്ടാവുന്ന ആള് കൊക്ക് ആണോ? അയ്യോ ചന്ദ്ര എന്ത് രസോടൊക്കെ കേൾക്കാൻ ചിരിച്ചോട്ടെ. എഴുതി വെച്ച് പുഴുങ്ങിട്ട് മനുഷ്യക്കുഞ്ഞിനെയും കൂടെ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇവനെയും കൂടെ ദത്തെടുത്തതാണ്, അല്ലാതൊന്നുമല്ല. ഞാൻ കാര്യം വേണ്ട. അല്ല ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടായി ദത്തെടുക്കാനായിട്ട്? അതെ, അതെന്താന്ന് ഞാൻ പറഞ്ഞാട്ടെ വാസന. പറഞ്ഞു. ഈ സൂര്യ കണ്ട ഈ ചന്ദ്രൻ എല്ലാം ഉണ്ടാക്കി എന്റെ വാസോണിന് ആരെങ്കിലും ഒക്കെ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തരാം. അതിനു വേണ്ടി ഞാൻ ദത്തെടുത്ത്. അതിന് ദത്തെടുത്തല്ലേ? ഒരു മിനിറ്റ്, ഞാനൊരു സാധനം, ഒരു അവയവം മുറിച്ചിട്ട് ഇതാ വരുന്നു. ഒരു മിനിറ്റ്. എലി അവര് നിന്റെ ചായ ഉണ്ടല്ലോ, ദത്തെടുത്ത് മാർക്കം ചെയ്തതായിരിക്കും. പല്ലിയാണോ കൊഴിച്ചിട്ടിട്ട് തിരിച്ചു വരും? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? അതിന് കാണണ്ടേ? ഒരു മിനിറ്റ്. എന്തൊരു പല്ലിയുടെ വാലാന്ന് കൊഴിച്ചിട്ട് തിരിച്ചു കയറ്റേ. എടാ, അത് നീ എന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെ നടന്നേ. അന്നോട് പറഞ്ഞിട്ടൊക്കെ ഒരു ക്ലൂ ഒക്കെ തന്നിട്ട് പോണ്ടേ ഇങ്ങനെയൊക്കെ പോകുമ്പോ. ഉണക്കുണ്ടേ പറഞ്ഞു വന്ന സ്ഥിതിക്ക് വാസോണിന് വേണ്ടി എല്ലാം കൊണ്ടുതരാൻ വേണ്ടിട്ട് ഞാനൊരു 2 പിള്ളേരെ ദത്തെടുത്തു. വേണമെങ്കിൽ കളയാം, വേണ്ട കളഞ്ഞില്ല. അല്ല ഇക്രമനോട് എന്താ പറഞ്ഞേ? പറഞ്ഞ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ സത്യങ്ങള് പറയരുതെന്നാ പറയണ. അപ്പൊ എന്തോ വലിയ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ, വലിയ പറയണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അങ്ങ് പറ എലി. എലി എന്തിനാ പേടിക്കണ ഇങ്ങനെ 10 കോടി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എടാ നീ വളർത്തുന്ന കണ്ടിട്ട് എനിക്ക് ഈഗോ അടിച്ചു. ഇതിന് 2 വാടകയ്ക്ക്. അതാണ് തെറ്റ്. ഞാനാ ശരിക്കും അമ്മ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കാമുകൻ ഇവിടെ ഇല്ലായിരുന്നു. ആ കാമുകൻ ഇല്ലാത്ത സമയത്ത് ഞാൻ എവിടുന്ന് കൊച്ചിനെ മറ്റേ പന്നി വളർന്നുകൊണ്ടേ? പിന്നെ ആരാ നിന്റെ കാമുകൻ? ആ ബസ് സ്റ്റാൻഡിന്റെ പേര് കണ്ടില്ലേ? ഞാൻ എന്നെ സീരിയൽ അഭിനയം വരല്ലേ? ഇവളെ പറ്റണില്ല. പിന്നെ വാസോണ്ണ കരയാൻ പറ്റേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അണ്ണ കുറച്ച് ദിവസം ഇല്ലായിരുന്നെങ്കിൽ അവളൊരു ബോയ് ഫ്രണ്ട് വാടക എടുത്തേനെ. ചന്ദ്രൻ കൂടെ ഒരു മിനിറ്റ്. ഇവളുമാരെന്താ സീരിയൽ നടിമാരാ? അണ്ണാ തന്നെയാണ് എന്തിനൊക്കെ പ്രശ്നമാണ് ഇവരൊക്കെ. മറ്റേ ഈ സീരിയല് സംസാരം മാത്രം. ഈ അലീന പറഞ്ഞ എന്തിരി പാവരെന്ന് പറയട്ടാണ് ഇവൾക്ക് ഇപ്പൊ കണ്ട സംസാരിക്കണം. അത് പഴിച്ചു പോയത് നിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ അന്നോട്ടാണ് ആ കൊച്ചില്ലാണ്ടായത്. നല്ലൊരു കൊച്ചായിരുന്നു. ഞാൻ പണ്ട് നോക്കാൻ വെച്ചിരുന്നില്ലായിരുന്നാ? ചന്ദ്ര പണ്ടത്തെ കാര്യമല്ലേ പറഞ്ഞേ? പിന്നെ അണ്ണന് കിട്ടിയല്ലോ ഗോൾഡ് സാധനം. പിന്നെ കുറച്ചപ്പല്ല വിത്തളയണം. എന്റെ ഭഗവതി, എന്റെ ഭാര്യയെന്ന് ചിമ്പിളിച്ചാട്ടെ. എന്റെ ഭാര്യയെന്ന് ചിപ്പിടില്ലേ? എന്താ നിങ്ങൾക്ക് എന്തിനു പറ്റി? നിങ്ങൾ സീരിയൽ അഡിക്റ്റ് ആയ? നിന്റെ സംസാര ശൈലിയൊക്കെ എന്തെങ്കിലും നീ എന്തിനെ അഭിനയിച്ച് കുറുകുന്നായിരുന്നു? പിന്നെ ഞാൻ എന്തോ വേണം? ഞാൻ എത്ര വർഷമായി കണ്ടിട്ട്. എന്റെ റൊമാൻസ്
റൊമാൻസ് അഭിനയമായിട്ട് തോന്നുന്ന തോന്നുന്നു ഇത് ഭയങ്കര മോശമുണ്ട്. അലീന ഇവനെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവാ അണ്ണ ഇല്ലാത്തപ്പോ ഇവിടെ തന്ത ഇല്ലാത്തവരെന്ന് പറഞ്ഞ എന്നെ അവിടെ വിളിക്കാറുള്ളതാണ്. ഇപ്പം അണ്ണ ഉള്ളപ്പോഴേ സംസാരിക്കുന്നത്. കൊരങ്ങനെ കൊക്ക് കൊളയട്ടെല്ലാം എടാ പൊന്നെ കൊരങ്ങ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് കാട്ടുപട്ടിയാ കാട്ടുപട്ടി വന്ന് കടിച്ചു കീറും. അവന്റെ ഗ്യാങ്ങാണത്. ആ വേഗം കടിക്കണം. പേ പിടിക്കണം ഇനി. ഈ ഗാങ്സ്റ്റർ കളിക്കല്ലേ നാട്ടില് വന്ന്. ഞാൻ ഇവിടെ കുറെ ഗ്യാങ്ങും പരിപാടിയൊക്കെ കേട്ട് നടക്കണ മനസ്സിലായ. നിന്റെ കാട്ടുപട്ടി വേട്ടപട്ടിയൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. മനുഷ്യന്മാരെ കളിക്കണം. ആവശ്യം കഴിയണവരെ ഉള്ളൂടാ അതിന്റെ വിഷമിക്കല്ലേ ചിമ്പു, വിഷമിക്കല്ലേ നീ വിഷമിക്കല്ലേ. ഇവനൊക്കെ കൊരങ്ങവന് വന്ന് തീരാനുള്ളതാണ് അടുത്ത സീസണില്. ആ പറ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അന്ന ഇങ്ങോട്ട് മാറി നീ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിലോട്ട് പോവാ നമുക്ക്. വാ. എനിക്ക് ഞാനൊരു കാലുത്തില്ല. കാലുത്തണ്ട, ഞാൻ എടുത്തോണ്ട് പോവാ. എലിയുടെ പൊന്ന ആരാ? എലിയുടെ അവളുടെ തക്കക്കൂടം. ഞാൻ ആ സ്കൂളിനകത്തോട്ട് വരൂല. ഞാൻ എടുത്തോണ്ട് പോവാന്ന് ആരും കാണത്തില്ല. എനിക്ക് താല്പര്യമില്ല. ഞാനത് കേറി കണ്ടായിരുന്നു നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത്. അതിനകത്ത് ആരുടെയൊക്കെ ഫോട്ടോ ഉണ്ട്, ആരുടെയൊക്കെ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടതാണ്. മനസ്സിലായ? എന്റെ വില ഞാൻ അന്ന് മനസ്സിലായതാണ് എനിക്ക് അന്ന്. എന്നാ പിന്നെ ആ ഇരിക്കുന്ന മാമന്മാരുടെ കൂടെ എല്ലാം കൂടെ ഒരു ഫോട്ടോയും കൂടെ വെക്കാം. ഇവിടുത്തെ പ്രായം ചെന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വെക്കണോ? പ്രായം ചെന്ന പറഞ്ഞിട്ട് വെക്കണോ? ഞാൻ നരച്ച താടിയും കൂടെ വരച്ച് ചേർക്കാൻ ഞാൻ എന്നിട്ട് വെക്കണോ? നിന്റെ ഫോട്ടോ എന്തിനു വെച്ചേ? അത് ഞാൻ പ്രിൻസിപ്പൾ അല്ലേ. കാര്യം അറിയോ, ഞാൻ ഈ സ്കൂളിന്റെ ഇനാഗുറേഷന്റെ അന്ന് ഞാൻ ദാ ഇവിടെ 10 അടിയുള്ള ഒരു ഫോട്ടോ വെക്കാനിരുന്നതാണ്. എന്നെയല്ലേ സംശയിക്കുന്നത്? എന്നിട്ട് എന്താ വെക്കാൻ? അതാണ് എനിക്ക് കേൾക്കണ്ടേ. എന്താ വെക്കാൻ? ഇനാഗുറേഷൻ നടന്നില്ലല്ലോ. ഇതാരാ ഇനാഗുറേറ്റ് ചെയ്തിരുന്നത്? ജോക്കി. കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ആകപ്പാടെ 2 വട്ടമാണ് സിറ്റി കണ്ടിട്ടുള്ളത്. ഒന്ന് 5 വർഷം മുമ്പ് ടി വി തുടങ്ങുന്ന സമയത്ത്, പിന്നെ ഈ കഴിഞ്ഞ മാസം മുമ്പ് ടി വി റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത്. മനസ്സിലായേ? എനിക്ക് വേണ്ടി ജോക്കി വരുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് വേണ്ടിട്ടല്ല, നമ്മുടെ സ്കൂളിന് വേണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു. നിന്റെ സ്കൂളെ ഈ സ്കൂളിന്റെ ആധാരം 6 പേരില്ലാന്ന് പറയാം. 6 പേരില്ല, നമ്മുടെ 2 പേര്. കണ്ടിട്ടുണ്ടോ ആധാരം? ആധാരം. ശരിയാ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കൊച്ചു വേണം. സൂര്യ കണ്ട? ഏത് സൂര്യ? ഓ, അത് കണ്ടപ്പോഴേ മൂട് പോയി. അതുപോലത്തെ ഒരു തന്തേക്കാ മോശം ഒരു ചെറുക്കൻ. വേറെ ആരെങ്കിലും കാണിച്ചാ? വേറെ ചിമ്പു ഏത് കൊരങ്ങന്റെ കൊരങ്ങനെ വെച്ചാ ചേട്ടൻ. എന്റെ കൂട്ടുകാരിപ്പോ അവരൊക്കെയാണ്. അറിയാം, മനുഷ്യന്മാരെനിക്ക് കൂട്ടുകാരായിട്ടില്ല. എന്തുകൊണ്ട്? എനിക്ക് ഒരു ഒറ്റ മനുഷ്യൻ മതി എന്റെ ജീവിതത്തിൽ. അത് ഞാനേ ഈ കൊച്ചിനില്ലാത്തത് കാരണമാണ് ഞാൻ ഈ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ ദത്തെടുത്തോണ്ട് നടക്കുന്നത്. ഈ സ്കൂള് തുടങ്ങിയത് എന്തിനാണെന്നറിയാവോ? എനിക്കൊരു കൊച്ചില്ലാത്തതുകൊണ്ട്. എനിക്ക് ഒത്തിരി പിള്ളേരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി. എന്റെ സ്വപ്നമായിരുന്നു 10 കൊച്ചുങ്ങള്. ആ സ്വപ്നവും കൊണ്ട് ഞാൻ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോ ജീവിതത്തിൽ വന്ന സ്വപ്നം ആളിനെ കാണുന്നില്ല. ഞാൻ എന്ത് വേണം? ഞാൻ അങ്ങനെ ഒരു സ്കൂള് തുടങ്ങി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആണോ? നീ ഈയിടെയായിട്ട് ഒരുപാട് സീരിയല് കാണുന്നുണ്ടല്ലേ? കുറച്ച്. എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട്, നല്ല രസമുണ്ട്. ഈ ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഓർത്തു വെച്ച് പറയണതാണോ അതോ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ കുക്ക്ഡപ്പ് ചെയ്യോ? അത് ക്ലാസ്സോടെ വരുമ്പോഴത്തേനും എല്ലാം എഴുതി വെച്ച് കാണാതെ പഠിച്ചോണ്ട് വന്നേ. അതെ, കേൾക്കുമ്പോ തന്നെ അറിയാം, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കൊച്ചിനെ വേണം. കൊച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. വല്ല ദത്തെടുക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേ?
അപ്പൊ മുറിച്ചല്ലേ നേരത്തെ പോയി? തോന്നിയ ദിവസം പറയുന്നത് എന്റെ അടുത്ത് കേട്ടോ, കൊരങ്ങന്റെ ഇതിലേക്ക് കൂടാറുണ്ട്. എനിക്കതൊന്നും സംസാരിക്കാനുള്ള അതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. വഴിയെ പോണ ഒരു പെൺകുട്ടിക്ക് ഞാൻ എന്തിനാ അതൊക്കെ ബോധ്യപ്പെടുത്തണം? എന്തോ ആർക്ക്? വഴിയെ പോയ ഒരു പെൺകുട്ടിക്ക് ഞാൻ എന്തിനാ അതൊക്കെ ബോധ്യപ്പെടുത്തണം? വഴിയെ പോയ പെൺകുട്ടിയല്ലേ? ബസ് സ്റ്റാൻഡിൽ പണിഞ്ഞ് അവിടെ കാത്തിരുന്ന വഴിയെ പോയ പെൺകുട്ടിയല്ലേ? അതെ, ആ സ്കൂള് നമുക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയ സ്കൂൾ. നമുക്ക് പിള്ളേരില്ലെന്ന് പറയാ, കല്യാണം കഴിക്കണം പിള്ളേരൊക്കെ ആവണമെങ്കിൽ. ചന്ദ്രൻ കല്യാണം കഴിച്ച അലീനയും ചന്ദ്രനും കല്യാണം അതിനകത്ത് കൊച്ചല്ലോ. അത് അവന് കഴിവില്ലാത്തത് ഇപ്പൊ അവന്റെ പ്രശ്നമാണ്. നടന്നു വരുന്ന കണ്ടില്ലോ, തിരിഞ്ഞു നോക്ക്. പാവാണ്, കഴിവില്ല. പക്ഷെ അങ്ങനെ ആയിപ്പോയി. ചന്ദ്ര വാടാ. എക്സ്ക്യൂസ് മീ. Yes. Yeah, you are excused. Go away. ഓക്കെ. അല്ല നമ്മളങ്ങനെ പ്രസല സ്ഥലത്ത് വരുമ്പോഴാണ് എടാ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിനെയും കൊച്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. കേൾക്കണോ നാണില്ലാത്തവനെ? കൊച്ചിനെ ഉണ്ടാക്കാൻ പോകുന്നത് നിനക്ക് ഇനി കേൾക്കണോ ചന്ദ്ര? ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അണ്ണാ? അണ്ണന്റെ ഭാര്യ ആരാ? പക്ഷെ ഞാൻ എനിക്ക് ഭാര്യ ഇല്ലടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ കല്യാണത്തിനെ പറ്റി ഫസ്റ്റ് നൈറ്റിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാ. ഞാൻ പരന്തോസ് ജീവിതത്തിൽ ഒരാളെ കേട്ടിട്ടുള്ളൂ, അത് സൂസനെയാണ്. അപ്പൊ സൂസനെ കല്യാണം കഴിച്ചാ? സൂസനെ കല്യാണം കഴിച്ചായിരുന്നു. ഈ നാട് മൊത്തം വിളിച്ചാണ് സൂസനുമായിട്ടുള്ള കല്യാണം നടത്തിയത്. അലീന ബ്രേക്കപ്പ്. അണ്ണാ ഈസി കേട്ടോ. ഇത്ര നാള് തലേന്ന് ഒഴിഞ്ഞോത്ത സാധനം ഒറ്റയുടെ ഒഴിഞ്ഞു പോയല്ലേ? അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. പക്ഷെ ഞാൻ അതല്ല എക്സ്പെക്ട് ചെയ്തത്. ഒരു വിഷമെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ച്. ബ്രേക്കപ്പ് എന്നാ അവൾക്ക് ധൈര്യം എങ്ങനെ വന്നു? ഈ ശശികൊക്കും ഈ മലയണ്ടാൻ ശങ്കരൻ ഇതിന്റെ കൂടെ ഒക്കെ കൂട്ടിപ്പം ഇവളുടെ മൈൻഡ് ഇപ്പം മൃഗങ്ങളെ പോലെ ആയെന്ന് തോന്നട്ടാ. ഒറ്റ പോക്ക് പോയതാണ്ടാ. അവള് ഓടി സ്കൂളിലും കേറി ബസ് സ്റ്റാൻഡിൽ എത്തിക്കിടാൻ പോണെന്ന് തോന്നട്ടാ. അന്നത്തെ ഒരു മിനിറ്റ് അണ്ണാ, അവിടെ നിന്ന് മരിക്കാൻ പോണെന്ന് തോന്നാ. ഞാൻ കത്തിച്ചിട്ട് വരാം. ചിമ്മുണ്ടായിരുന്നെങ്കി ഇപ്പൊ ചോദിച്ചു അണ്ണാ, ഇപ്പൊ ചിമ്മുണ്ടായിരുന്നെങ്കി ചോദിച്ചാണ് നീ സുടവറിയാ? എന്താ ചന്ദ്ര ഒഴിച്ച് സ്വന്തമായിട്ട് ചാവാൻ നിൽക്കുന്നത്? എന്ത് ഡ്രാമറ്റിക്, എന്ത് ഡ്രാമയാണ് ഇതൊക്കെ? ഈ ഡ്രാമ ഒന്നും കാണാൻ എനിക്ക് വയ്യടാ. ചന്ദ്ര ഒരു വണ്ടി എടുത്തിടാ, നമുക്ക് ഗ്യാങ് ഹൗസിൽ പോണം. പറ്റത്തില്ല. അന്യന്റെ ഭാര്യ അന്യന്റെ ഭർത്താവിനെ എലി ഒരിക്കലും മോഹിക്കത്തില്ല. എനിക്ക് മോഹിക്കാൻ പറ്റത്തില്ല അന്യന്റെ ഭാര്യ ഭർത്താവിനെ. സൂര്യ ഒരു വണ്ടി വിളി. ഒരു വണ്ടി പെട്രോൾ വെച്ച് മരിക്കാനാണോ പോയത്? അന്യന്റെ ഭാര്യ ഭർത്താവിനെയല്ലേ അലീന ഞാൻ ഇത്രയും നാള് കൊണ്ടുകിടന്നത്. കിട്ടാതിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ 4 കല്യാണം കഴിച്ചത്. ഞാൻ 4 കല്യാണം കഴിച്ചത്. 4 കല്യാണം ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ മുന്നേ. ഇത് മറ്റേ സിനിമയുള്ളതല്ലേ? ഭയങ്കര കിഡ്നി ടെസ്റ്റ് ചെയ്യാനുള്ള കരച്ചിലാട്ടോ. എനിക്കങ്ങ് വിഷമം വന്നിട്ട് വേണ്ട ആ കരച്ചിൽ കേട്ടിട്ട്. എനിക്കങ്ങ് വിഷമം എന്നെ പറ്റിച്ചെന്തിനാ അതോടെ പറ. എന്നെ എന്തിനാ പറ്റിച്ചേ? ആര് പറ്റിച്ചു? സൂസന്റെ ഭർത്താവ് എന്തിനാ അന്യ പെണ്ണിനെ സ്നേഹിച്ചു? ആര് സ്നേഹിച്ചു? എന്നെ ഇത്രയും നാൾ എന്തിനു കൊണ്ടുനടന്നു? ആര് കൊണ്ടുനടന്നു? നിങ്ങൾക്ക് നിന്നെ കൊണ്ടുനടന്നത് ശശി കുക്കും കുണ്ടക്കൊക്കും ഒക്കെയാണ്, ഞാനല്ല. മനസ്സിലായ? ഞാൻ കൊണ്ടുനടന്നിട്ടൊന്നുമില്ല. നീ മറ്റേ ചിമ്പാൻ അവൻ എന്ത് ചെയ്യാ? പേട്ടം കൊരങ്ങൻ അവന്റെ മറ്റേ ചൂലി കയറിയിരുന്നാണ് നീ ഇത്ര നാൾ നടന്നത്. അല്ലാതെ ഞാനല്ല കൊണ്ടുനടന്നത്. എല്ലാ ബോയ് ഫ്രണ്ടും കുറച്ചൊക്കെ ആഗ്രഹിക്കൂലേ? കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ ഏത് സൂസനായിട്ട് ഡിവോഴ്സ് ആയി അറിഞ്ഞില്ലേ? ഡിവോഴ്സ്ഡ് ആണല്ലേ അണ്ണാ? ചന്ദ്ര കൂടുതലൊന്നും അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കല്ലേ പ്ലീസ്. വാസു ഒരു പെണ്ണിനെ താലിയിട്ടിട്ടുള്ളത് സൂസനെയാണ്. ഈ നാട് മൊത്തം വിളിച്ചു തന്നെയാണ്.
സ്നേഹമുണ്ട് അപ്പൊ ഇപ്പോഴും. വാസു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അത് സൂസനെയാണ്. അത് ഈ നാട് മൊത്തം വിളിച്ചാണ് നടത്തിയത്, മനസ്സിലായ? അപ്പൊ ചൂസിനായിട്ട് ഇപ്പോഴും കല്യാണം മാരീഡ് ആണോ നിങ്ങൾ? അതെ, ഞാൻ മാരീഡ് ആണ്. ചന്ദ്ര വേണ്ട, അലീന വേണ്ട. ചന്ദ്ര, അലീന പച്ചവന്റെ ഭർത്താവ്, വല്ലവള് മാത്രമേ ഭർത്താവിനെ എനിക്ക് വേണ്ട. എനിക്ക് ഫ്രഷ് ആയിട്ട് എവിടെ നിന്ന് കിട്ടും? ഈ പഴകിയതിനൊക്കെ എന്തിനാ എനിക്ക്? ഫ്രഷ് ആയിട്ടൊരു കുരങ്ങനുണ്ടല്ലോ അവനെ കൊണ്ട് നടക്ക്. ഫ്രഷ് പഴമൊക്കെ പറിച്ചു തരും, ചെല്ലേ. ഫ്രഷ് ആയിട്ട് നല്ല നല്ല എ ക്വാളിറ്റിയിൽ കിട്ടും, ഫ്രഷ് ആയിട്ട്. എന്നിട്ട് ഒരു വള്ളിത്തൊലി പോലൊക്കെ പറഞ്ഞു തരും. അവന്റെ വാഴത്തോട്ടത്തിൽ ഞാൻ പോയി കാര്യം ആര് പറഞ്ഞു? ഇതൊക്കെ പൊതുവായ ഇതാണ്, നാട്ടിൽ മൊത്തം അറിയാം. ചന്ദ്ര ഇങ്ങനെ ഒരു കുടുംബം തകർക്കണ്ടായിരുന്നു ചന്ദ്ര കേട്ടോ. ചന്ദ്ര ഇങ്ങനെ ഒരു കുടുംബം കാട്ടിലെ റാണിയാ കാട്ടിലെ റാണി, രാജാവ് റാണി, കാട്ടുറാണി. അപ്പൊ ഞാൻ ആരും അല്ലല്ലേ ഈ ബസ് സ്റ്റോപ്പ് പൊളിക്കട്ടെ. ഇസഡ് പ്ലസ് സെക്യൂരിറ്റിക്ക് ശശികൊക്ക്. എല്ലാരും കൊത്തി എറിയോൻ, കൊത്തി എറിയും. ചന്ദ്രൻ നീ കൂടുതൽ ചിരിക്കല്ലേ ചന്ദ്ര. ചന്ദ്ര ചിരിക്കല്ലേ നീ. അല്ല, ഞാൻ ചിരിക്കല്ലേ നീ. കൊക്കിന്റെ കണ്ടു പറഞ്ഞാണ്. അറ്റാക്ക് ചെയ്തവര് കാണിച്ചു കൊടുത്താ മതി, അപ്പഴും കൊത്തി എറിയൂലേ അവൻ. അപ്പൊ എന്നെ ചീറ്റ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചീറ്റ് ചെയ്ത ആളുടെ കൂടെ ഇത്രയും നാൾ അയാൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചു ഇവിടെ ഈ ബസ് സ്റ്റോപ്പില്? ഞാൻ ഉറങ്ങുന്നത് ഇവിടെ അറിയോ ആർക്കേലും? ഈ തണുപ്പത്ത് ഞാൻ കിടന്ന് ഇവിടെ പൊതച്ചു മുടി ഒറ്റയ്ക്ക് കിടന്നു എന്റെ സൂസന്റെ ഭർത്താവിന് വേണ്ടി. അതൊന്നും ആരും അറിയുന്നില്ലല്ലോ. അറിയത്തില്ല. ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ച് കൂടെ കൊണ്ട് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് കാണാതിരുന്നിട്ടും ഒരുത്തന്റെയും കൂടെ പോവാതെ മടിയിരുത്താതെ ഞാൻ 2 ദിവസം ഇല്ലെങ്കിലേ 3 പെൺപിള്ളേരോടെ പോകുന്നവനായി. കാവ്യാനിധി ആരാന്ന് ചോദിക്കല്ലേ? കാവ്യ ആരാന്ന് ചോദിക്കും. ഞാനെ നെഞ്ചി പിടിച്ച് പറയുമല്ല, ചന്ദ്രൻ അങ്ങനെ അധികത്തിന് പോയി ഇങ്ങനെ തലവെട്ടി ഇവിടെ. അൺലോക്ക് മൈ ഫോൺ. ഇത് ഏതേന്നുണ്ടായതാ? ഇത് ഞാൻ കൊച്ചിക്കണോണ്ട് അനാശായിട്ടൊന്നും പറയില്ല. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനും നിങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ലല്ലേ? ചന്ദ്ര ഒരു മിനിറ്റ്. ചന്ദ്രനല്ലേ എലി? അല്ല, നമ്മളെ വിഷമത്തിൽ പങ്ക്. ഇത് ഞാൻ എല്ലാം അടിച്ച് ഇമോട്ട് റിഫ്യൂസ് ചെയ്തേ. ബന്ധമില്ലല്ലേ? എനിക്ക് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനല്ല സത്യം പറഞ്ഞ വന്നത്. എന്ത് സംസാരിക്കാനാ പിന്നെ വന്നേ? ഞാനിവിടെ ബാലകല്യാണി സാറിനെ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു മോനെ. അപ്പൊ എനിക്കറിയാവുന്ന നല്ലൊരു സ്കൂൾ ഇതാണ്. അപ്പൊ അത് വേണ്ടിട്ട് ജസ്റ്റ് ചുമ്മാ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അതല്ല, സ്കൂളും ബസ് സ്റ്റോപ്പും ഒന്നും അല്ല എന്റെ പ്രശ്നം. എന്റെ പ്രശ്നമല്ല, എന്റെ ജീവിതം, എന്റെ ജീവൻ എല്ലായിരുന്നു. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്ത് എനിക്ക് നിന്റെ ഈ സീരിയൽ അവതരണം കേൾക്കുമ്പോ എനിക്ക് നിന്നെ അങ്ങ് വെച്ച് അടിച്ചേരാൻ തോന്നുന്നു. അതിന്റെ കൂടെ മറ്റേ കൊളയട്ട് ശശിക്കൊക്കെ മാറിയില്ലേ? എനിക്ക് എല്ലാത്തിനും നിന്നെ കാണാൻ വരുന്നതും തൂവി പോണതും ഒരുപോലെയാണ്. ഇടത്തെ സൈഡിൽ കൊരങ്ങൻ, വലത്തെ സൈഡിൽ കൊക്ക്, മലയെണ്ണാൻ, കൊളയട്ട, ഇതിനെയൊക്കെ താണ്ടി വേണം ഞാൻ നിന്റെ അടുത്തോട്ട് വരാൻ. എനിക്കിങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൊക്കിനെയും കൊളയട്ടേനെയും ഈ പോത്തിനെയും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാ എന്റെ കൂടെ പോരുവോ? താല്പര്യമില്ല എനിക്ക്. അത്ര വില കൊടുത്തിട്ടുള്ളല്ലേ? അപ്പൊ എടാ ശശിക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവളുടെ ഷോൾഡറിൽ തീട്ടോ ഇട്ടിരിക്കുന്ന നീയൊക്കെ എന്തിനാണ് ഇത്ര നാളെ ജീവിച്ചത്? കണ്ട ഒറ്റയടിക്ക് ഒഴിവാക്കട്ടെ എന്ന്. അങ്ങനെ ഒഴിവാക്കത്തിലൊന്നും ശശിക്കറിയാം. ശശിയുടെ എലി. ഓ, ശശിയുടെ എലി. ഇനി അങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ശശിയുടെ എലി, ഇനി ചിമ്പാൻസിയുടെ എലി, ഇതെല്ലാം ഞാൻ കേൾക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും താഴത്തെ മോനെ പോലെ ആണോ? അയ്യോ, മോന്റെ ഒരു സൗന്ദര്യം. അപ്പൊ ഞാൻ വെറുതെ ആയിരുന്നല്ലേ കണ്ട കൊക്കും പറയാനും ഒക്കെ എന്നെ കച്ചാന്നും കുച്ചാന്നൊക്കെ വിളിച്ചോണ്ട് അടിച്ച് ചവിട്ടി കീർക്കൂടാ. ഞാൻ വെടിവെച്ചിട്ട് എന്നെ എലി കൊക്ക്. ആഹാ, എന്താ എല്ലാത്തിന്റെ ഇടയിൽ ഞാൻ ജീവിക്കണം. കുടുംബം ഉണ്ടോ ഈ ലോകത്ത്? ചന്ദ്ര വണ്ടി ഇടാ. ചന്ദ്ര, സൂസന്റെ അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് പോണ പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് നേരത്തെ കണ്ടിച്ചാൽ സാധനം കൊണ്ട് കൊടുക്കാനില്ല. കൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് ചെല്ലി. ഒരു മിനിറ്റ് എലി, നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണേണ്ട വരും എലി. ബ്രേക്കപ്പ് പറയാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അല്ല അണ്ണാ, എനിക്ക് ഇത്രേ പറയുള്ളൂ എലിയുടെ അടുത്ത്. ഡാമിയോ
എന്തിനാ കാണുന്നത് അതോടെ പറ ഒരുവട്ടോടെ എനിക്ക് കാണേണ്ട വരും അതൊന്ന് കുറച്ച് എന്തിനാ കാര്യങ്ങൾ അത് പറഞ്ഞിട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലവന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ എനിക്ക് ഭ്രാന്തുണ്ടോ ഭ്രാന്തുണ്ടോ എനിക്ക് സൂര്യ എന്താ വണ്ടി അപ്പാവിടെ പേരിലൊക്കെ കിടല വണ്ടി നാണം കെട്ട കാലം കുടുംബം കളിക്കാനുണ്ടായി അപ്പൻ എടി നിന്റെ അച്ഛൻ ഇപ്പൊ പട്ടി പിടിക്കാൻ പോകുന്നുണ്ടോ പട്ടി പിടിക്കേ നിനക്ക് തന്തയില്ലല്ലോടാ പിടിക്കാൻ പോകും പോലും പട്ടി വർക്കിനെ പോലെ പോട്ടാ എന്തിനായി ഇവളെ പോലെ ഒരു എ ക്ലാസ് സീരിയൽ ഫുഡ് ഞാൻ കണ്ടിട്ടില്ല അവിടെ വണ്ടി 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 ഇവിടെ നിർത്തുക ചെയ്യരുത് ഇവിടെ വണ്ടി ഇവിടെ നിർത്തിയാൽ അവർക്ക് പ്രതീക്ഷയാണത് മനസ്സിലായോ അവിടെ കരച്ചിലേക്ക് പോകണ്ടാണ് കക്കൂസി പോകുന്നത് എനിക്ക് സത്യം പള്ളി ഇടയ്ക്കിടയ്ക്ക് ആർട്ടിഫിഷ്യൽ കരച്ചില് ആർട്ടിഫിഷ്യൽ കരച്ചിലല്ലേ സത്യം ഇത് എനിക്കൊക്കെ സീരിയലൊക്കെയാണ് എനിക്ക് ഓർമ്മ വരണേ പറയാതിരിക്കാൻ വയ്യ കേട്ടാ പറയാതിരിക്കാൻ അതിന്റെ ഇടയ്ക്ക് നീ എന്താണെന്ന് പറഞ്ഞത് ഡാമിയൻ കിറ നിനക്കൊക്കെ